വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈഷ്ണവി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. വീട്ടിൽ ചക്കയട അല്ലെങ്കിൽ ചക്കയപ്പം, വയണയപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. സോ അത് അമ്മ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ചക്ക അട ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോസിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ ചക്കയപ്പത്തിന് വേണ്ട ചക്ക ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം. മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്, ശർക്കര പാനീയം. സോ ശർക്കര ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ഇങ്ങനെ ഉരുക്കിയെടുക്കും അതിലെ പൊടിയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. സോ അതൊന്ന് ഉരുക്കിയെടുത്ത് അരിച്ച് മാറ്റി വെക്കുക. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ പഴുത്ത ചക്ക മിക്സിയിലിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലപോലെ അരച്ചെടുത്ത് അതും മാറ്റി വെച്ചിട്ട് നമുക്ക് മാവിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയും ഗോതമ്പൊടിയാണ്. അരിപ്പൊടിയും ഗോതമ്പൊടിയും ഈക്വൽ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പൊടി മാത്രം എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ മിക്സായിട്ടാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എല്ലാ സ്ഥലത്തും ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ച ചക്ക ഇട്ട് കൊടുക്കാവുന്നതാണ്. ചക്കയെല്ലാം ഇട്ട് എല്ലായിടത്തും ആ ചക്ക പൊടിയുടെ എല്ലാ സൈഡിലും ചക്ക പിടിക്കുന്ന പോലെ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങയും എല്ലാം ഈ മാവിനകത്ത് ആഡ് ചെയ്താണ് നമ്മൾ ചക്ക അടയ്ക്ക് വേണ്ടി റെഡിയാക്കുന്നത്. സോ തേങ്ങയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്പൂണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കൈ കൊണ്ട് നല്ലപോലെ കുഴയ്ക്കുക. നമ്മൾ ചക്ക അടയ്ക്ക് വെള്ളമേ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കുഴയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ ശർക്കര പാനീയമില്ലേ, അതാണ്. ശർക്കര പാനീയം ആവശ്യത്തിന് ഒഴിച്ചൊഴിച്ച് കുഴയ്ക്കുക. ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നോട്ട് അത്ര കട്ടിയിലൊന്നും കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ലൂസായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവസാനമായിട്ട് ഏലക്ക പൊടിച്ചതും നെയ്യും ചേർക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്. നെയ്യ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഏതായാലും ഏലക്കയും നെയ്യും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ് വാഴയിൽ കുറേശ്ശെ മാവ് എടുത്ത് ഇത് പരത്തി അടച്ച് വെക്കുക. എത്രത്തോളം വേണോ അത്രയും നിങ്ങൾക്ക് ഇതേപോലെ സെയിം പ്രോസസ്സ്. കുറച്ച് ഇലയിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ ആക്കിയാൽ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് പരത്താൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ ചക്ക അട ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നി കുറച്ച് വയണയപ്പം കൂടെ ഉണ്ടാക്കാവുന്നത്. സോ ഈ സെയിം മാവിൽ വയണ ഇലയിൽ മാവ് കുറച്ച് ഉണ്ടയാക്കിയിട്ട് അതിലിങ്ങനെ വെച്ച് വയണയപ്പവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വയണ ഇല എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ വയണ ഇലയ്ക്ക് എന്താ പറയുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലാസ്റ്റായിട്ട് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഡലിപ്പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നോട്ട് വെള്ളം ഒന്ന് വെച്ച് തിളപ്പിച്ച് നമ്മുടെ ചക്കയടയും വയണയപ്പവും എല്ലാം ഇതിൽ വെച്ച് ഒരു 15 to 20 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്യുക. നല്ല ആവിയിൽ ഇത് വെന്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. അടിപൊളി മണമാണ് കേട്ടോ. ആ വയണയിലയുടെയും വാഴയിലയുടെയും അതേപോലെ ശർക്കരയുടെയും നെയ്യുടെയൊക്കെ കൂടെ മണം വരുമ്പോൾ തന്നെ കൊതി വരും. ഇപ്പോഴേ എനിക്ക് കൊതി വരാൻ തുടങ്ങി വീണ്ടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടും. ഒരു അടിപൊളി സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗായ്സ്. ബൈ.